ശ്രീ നവീൻജി, എന്തിനായിരുന്നു ഇന്ന് ബി.ജെ.പി. ആസ്ഥാനത്തേക്കുള്ള എ.എ.പിയുടെ മാർച്ച്? ബി.ജെ.പി. ആശയപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്താനാവില്ല എന്ന് കരുതിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കള്ളക്കേസുകൾ ഉണ്ടാക്കി അതിൻ്റെ നേതാക്കളെ മുഴുവൻ ജയിലിലടച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ അസ്ഥിരപ്പെടുത്താനാണ് അവർ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഒന്നിനു പുറകെ ഒന്നായിട്ട് കേസുകൾ കൊണ്ടുവരികയും അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള നേതാക്കളെ ജയിലറയിൽ ആക്കുകയും ചെയ്തു. കോടതിയാണ് അരവിന്ദ് കെജ്രിവാളിന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള അവസരം നൽകിയത് തന്നെ. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ നിന്ന് അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടി നേതാക്കളെയും ഒഴിവാക്കി നിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും ബി.ജെ.പി. നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ തന്നെ പുതിയ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ബി.ജെ.പി. ആകെ അങ്കലാപ്പിലാണ്. ആ അങ്കലാപ്പിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ഗൂഢാലോചനകളുമായിട്ട് ബി.ജെ.പി. എന്റെ ചോദ്യം സ്ട്രെയിറ്റ് ആണ്, എന്തിനായിരുന്നു ഇന്നത്തെ മാർച്ച്? ഇന്നത്തെ മാർച്ച് കൃത്യമായിട്ട് ആ ബോധ്യം ജനങ്ങളുടെ മുമ്പിൽ മുഴുവൻ ഒരു സംശയത്തിന്റെ നേരിലേക്ക് നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ അതിൽ കൃത്യമായിട്ട് ബി.ജെ.പി. നിങ്ങളുടെ ഒരു രാജ്യസഭാ എം പിയെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ PA കൈയേറ്റം ചെയ്യുന്നു, അതിൽ കേസ് എടുക്കുന്നു, അയാൾ അറസ്റ്റിലാകുന്നു. അതിനെതിരെയായിരുന്നോ മാർച്ച്? ആ കേസ് എടുക്കുന്ന അയാളെ അറസ്റ്റിലാകുന്നു എന്നുള്ളതല്ല മാർച്ചിന്റെ പ്രധാന കാരണം. എന്ന് വെച്ചാൽ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാക്കി ചില കഥകൾ മെനഞ്ഞുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളെയും ഓഫീസിലുള്ള ഉദ്യോഗസ്ഥരെയും സഹായികളെയും മുഴുവൻ അറസ്റ്റ് ചെയ്ത് ജയിലിലായിക്കൊണ്ട് ആം ആദ്മി പാർട്ടിയെ ഇലക്ഷനിൽ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമങ്ങൾ. വിഭവ് കുമാറിന്റെ അറസ്റ്റ് എന്തിനായിരുന്നു? വിഭവ് കുമാറിന്റെ അറസ്റ്റ് ഇപ്പോൾ സ്വാതി മലിവാൾ കൊടുത്തൊരു കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലാണ് വിഭവ് കുമാറിനെ അറസ്റ്റ് ചെയ്തത്. ആ കംപ്ലൈന്റ് പോലും കൃത്യമായ ഒരു ഗൂഢാലോചനയാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വാതി മലിവാൾ നൽകിയ പരാതി അത് ഗൂഢാലോചനയുടെ ഭാഗമാണ് നിങ്ങൾ പറയുന്നു? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. സ്വാതി മലിവാൾ നൽകിയ പരാതി ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആം ആദ്മി പാർട്ടി പറഞ്ഞിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഒരു കണ്ടംനബിൾ ഇൻസിഡന്റ് ഉണ്ടായി എന്ന് ആദ്യം പറഞ്ഞത് സഞ്ജയ് സിംഗ് ആണ്, എ.എ.പി. നേതാവാണ്. ആദ്യം സ്വാതി മലിവാളിനൊപ്പം നിന്നത് ആം ആദ്മിയാണ്. തീർച്ചയായും എന്തുകൊണ്ടാണ് പുറകോട്ട് പോകുന്നത്? തീർച്ചയായും മനസ്സിലാവുന്നില്ല. അത് കൃത്യമായിട്ടുണ്ട്. സ്വാതി മലിവാൾ അങ്ങനെ ഒരു പരാതി ഉന്നയിക്കുകയും പോലീസിൽ അങ്ങനെ പരാതി കൊടുക്കാനായിട്ട് പോയി പോലീസിൽ വിളിക്കുകയും ചെയ്തു എന്ന് അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീ ഉന്നയിച്ച ആരോപണമാണ്. ആ ആരോപണത്തെ പറ്റി കൃത്യമായി ആം ആദ്മി പാർട്ടിയുടെ MP ആയിരിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തി ഉന്നയിച്ച ആരോപണത്തെ പറ്റി കൃത്യമായി അന്വേഷിക്കാനായിട്ട് സഞ്ജയ് സിംഗും വന്ദന സിംഗും സ്വാതി മലിവാളിന്റെ വീട്ടിലെത്തുകയും സ്വാതി മലിവാൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഉടനെ പ്രതികരിക്കുക എന്നുള്ള ആം ആദ്മി പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. സ്വാതി മലിവാൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത്തരമൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുകയും കൃത്യമായിട്ട് നടപടികൾ സ്വീകരിക്കുമെന്നും സഞ്ജയ് സിംഗ് മാധ്യമങ്ങൾ ഇതിനുവേണ്ടി മാത്രം ഒരു പ്രസ് മീറ്റ് വിളിച്ചു ചേർത്തിട്ടാണ് സഞ്ജയ് സിംഗ് മാധ്യമങ്ങളോട് പറയുന്നത്. കൃത്യമായിട്ട് അതിനെതിരെ നടപടിയെടുക്കും. പിന്നീടാണ് ആം ആദ്മി പാർട്ടി വസ്തുതകൾ പരിശോധിച്ചു വരുമ്പോഴത്തേക്ക് അവിടുത്തെ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ, വൈഭവ് കുമാറുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ, അവിടുത്തെ ബാക്കി സെക്യൂരിറ്റി ഗാർഡ്സുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായ സംഭവങ്ങളുടെ യാഥാർത്ഥ്യം എന്തെന്നുള്ള ആം ആദ്മി പാർട്ടിക്ക് ബോധ്യപ്പെട്ടു. ആ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്താണ് ഇതിന്റെ പിന്നിൽ കൃത്യമായ ഒരു ഗൂഢാലോചന ഉണ്ടായെന്ന നിഗമനത്തിലോട്ട് ആം ആദ്മി പാർട്ടി എത്തുന്നത്. ആം ആദ്മി പാർട്ടി എത്തുക മാത്രമല്ല, ആ കൃത്യമായിട്ട് എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ള വിവരം മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി അതിഷി മെർലീന കൃത്യമായിട്ട് മാധ്യമങ്ങളോട് ആ വസ്തുതകൾ വിവരിക്കുകയും ചെയ്തു. അവിടെ കൃത്യമായിട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് മറ്റ് വീഡിയോ ദൃശ്യങ്ങളും നമ്മുടെ മുമ്പിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ആ ഹാളിൽ ഇരുന്നു കൊണ്ട് ഒരു സോഫയിൽ കാലും കയറ്റി ഇരുന്നു കൊണ്ട് അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡിനോട് തർക്കിക്കുന്ന സ്വാതി മലിവാളിന്റെ വീഡിയോ നമ്മൾ കണ്ടാണ്. ആക്രോശിക്കുന്ന സ്വാതി മലിവാളിന്റെ വീഡിയോ. സ്വാതി മലിവാൾ മറുപടി പറഞ്ഞിട്ടുണ്ട്, പുറത്തു വരുന്ന വീഡിയോ ദൃശ്യങ്ങൾ 50 സെക്കൻഡ് ആണ്, അത് ഫേക്ക് ആണ്, അത് ക്രിയേറ്റ് ചെയ്ത ആം ആദ്മിയാണ് എന്നുള്ള കൃത്യമായ മറുപടി ഇന്നവർ പറയുന്നുണ്ട്. സ്വാതി മലിവാൾ ചെറിയ ആളല്ല. അദ്ദേഹം നമുക്കറിയാം വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്നു, രാജ്യസഭാ MP ആയി ആദ്യത്തെ രാജ്യസഭാ MP എന്ന തരത്തിൽ വനിതാ MP എന്ന തരത്തിൽ എ.എ.പി. അവതരിപ്പിച്ച ആളാണ്. അന്ന് ഈ നിർഭയ കേസിലൊക്കെ അവരെടുത്ത നിലപാടുകളൊക്കെ നമ്മൾ അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ ദില്ലിക്കാർക്കെങ്കിലും? തീർച്ചയായിട്ടും സ്വാതി മലിവാൾ എടുത്ത നിലപാടുകളോ ആം ആദ്മി പാർട്ടിയോട് ചേർന്ന് നടത്തിയ പ്രവൃത്തികളോ ഒന്നും ആം ആദ്മി പാർട്ടി വില കുറച്ച് കാണുന്നില്ല. അതുമാത്രമല്ല, അതിനനുസരിച്ചുള്ള സ്വാതി മലിവാളിന്റെ പൊസിഷനുകളും കാര്യങ്ങളും ഒക്കെ ഏത് രീതിയിൽ സ്വാതി മലിവാളിന് പ്രവർത്തിക്കാൻ സാധിക്കും ആ മേഖലകളെല്ലാം അവസരങ്ങൾ കൊടുക്കുന്നതിലും ആം ആദ്മി പാർട്ടി ഒരിക്കലും വിമുഖത കാണിച്ചിട്ടുമില്ല. കൃത്യമായ അവസരങ്ങൾ സ്വാതി മലിവാളിന് കൊടുക്കുകയുണ്ട്. പക്ഷേ ഒരു നിമിഷത്തിൽ സ്വാതി മലിവാൾ എന്തിനാണോ വഴിപ്പെട്ട ഇനി വരും ദിവസങ്ങളിലാണ് ആ കഥകൾ നമുക്ക് പുറത്തേക്ക് വരാൻ പോകുന്നത്. ഏത് അവസരത്തിലാണ് സ്വാതി മലിവാൾ ബി.ജെ.പിയുടെ ഈ ഗൂഢാലോചനയുടെ ഭാഗമായി മാറി എന്നുള്ളതിനെ പറ്റിയൊക്കെ വരും ദിവസങ്ങളിൽ വ്യക്തത നമുക്ക് മുൻപോട്ട്